എറണാകുളം കലൂരിൽ പെൺകുട്ടികളെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി അക്ബർ പിടിയിലായിട്ടുണ്ട്. പാലക്കാട് നിന്നാണ് പോലീസ് അക്ബറിനെ പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, ഒരു കൊടും ക്രിമിനലാണ് അക്ബർ എന്ന കാര്യം നേരത്തെ വ്യക്തമായതാണ്. എറണാകുളം നഗരത്തിലെ സെക്സ് റാക്കറ്റിലെ മുഖ്യ കണ്ണി എന്ന അടക്കമുള്ള വിവരങ്ങൾ പോലീസ് നേരത്തെ ലഭിച്ചിരുന്നു. ഇപ്പോൾ പാലക്കാട് നിന്നും അക്ബർ പിടിയിലായി എന്നാണ് വിവരം. വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഈ ആക്രമണം നടന്ന് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അക്ബറിനെ പാലക്കാട് നിന്ന് പിടികൂടിയിരിക്കുന്നത്. അക്ബർ ഈ പെൺകുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇയാളുടെ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു. ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലെ സെക്സ് റാക്കറ്റിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് അക്ബർ എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇയാൾ പാലക്കാട് ആ ബോർഡർ കേന്ദ്രീകരിച്ചായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്. ഇപ്പോൾ അക്ബറിനെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾക്കൊപ്പം മറ്റു പ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അക്ബറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇയാൾ പിടികൂടിയിട്ടുള്ളത്. കൊച്ചി DCPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്. അക്ബറിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പാലക്കാട് നിന്ന് നോർത്തിലേക്ക് എത്തിക്കും. അതിനുശേഷം ഇയാൾ വിശദമായി ചോദ്യം ചെയ്യും. കേസിൽ ആകെ ഇപ്പോൾ പിടിയിലായവരുടെ എണ്ണം 4 ആയി. കേസിൽ ആകെ ഉള്ളത് 11 പ്രതികളാണ്. 2 സ്ത്രീകളടക്കം 11 പ്രതികളാണ്. ജോലി കഴിഞ്ഞെത്തിയ യുവതികളെയാണ് ഇവർ വൈകിട്ട് ചവിട്ടിക്കൂട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അക്ബർ ആയിരുന്നു. അക്ബർ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരനും സെക്സ് റാക്കറ്റിലെ പ്രധാനപ്പെട്ട കണ്ണിയുമാണ്. അയാളെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. പ്രജിത്ത്, നേരത്തെ പോക്സോ കേസിലടക്കം പ്രതിയാണ് അക്ബർ എന്ന വിവരം കൂടി പോലീസ് നേരത്തെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ ഒരു കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.